Next question. The maximum voltage between commutator segments is limited to. That is vary from 15 volt to 30 volt. So maximum voltage is the options 15 volt ആണ് correct answer വരിക. Okay. The maximum voltage between commutator segments is 15 volt. Next, for DC welding set, the following generators is well suited. അപ്പോൾ DC welding set ന്റെ റിക്വയർമെന്റ് ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് അറിയണം. എന്നാൽ ഏത് മോട്ടർ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ അല്ലേ. അതായത് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടറും ലോഡും മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ DC വെൽഡിങ്ങിന് വേണ്ട റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. അതിന് ശരിക്കും പറഞ്ഞാൽ ലോ വോൾട്ടേജും ഹൈ കറണ്ടുമാണ് അതിൻ്റെ ഡിമാൻഡ് വരുന്നത്. ലോ വോൾട്ടേജും ഹൈ കറണ്ടും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നത് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ നമുക്കറിയാം, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പം അത് ഇതാ ഇങ്ങനെയായിരിക്കും വരിക അല്ലേ. ഇതാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഇത് ഷണ്ട് മോട്ടറിൻ്റെ ഇത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സിൻ്റെ ഇത് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റേഴ്സിൻ്റെ അതായത് ഫൈ എന്ന് പറയുന്നത് 5SH - 5SC ആണ്. സീരീസ് ഫീൽഡ് വൈൻഡിങ് വിൽ ഓപ്പോസ് ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ട് ഹൈ ആയിരിക്കും. ദെൻ അപ്പോൾ ഈ ഒരു ടൈപ്പ് ജനറേറ്ററാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററാണ് നമ്മളിതിന് ചൂസ് ചെയ്യാം. ഓക്കെ. ദ നെസസിറ്റി ഓഫ് സ്റ്റാർട്ടേഴ്സ് ഫോർ DC മോട്ടോഴ്സ് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് എ സ്റ്റാർട്ടർ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്. സ്പീഡ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ സ്പീഡ് 0 ആയിരിക്കും. വാട്ട് ഹാപ്പൻ ടു ബാക്ക് EMF? ബാക്ക് EMF വിൽ ബി 0 അല്ലേ. അപ്പം V ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I ഈസ് ഈക്വൽ ടു V - EB/RA ആണല്ലോ. ഇത് നമുക്ക് വേറെ രീതിയിൽ പറയാം. എങ്ങനെയാ? V ഈസ് ഈക്വൽ ടു EB + IARA. മോട്ടറിൻ്റെ കേസിൽ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ബാക്ക് EMF പ്ലസ് ലോസ്. അതിൽ നമുക്ക് ആർമേച്ചർ കറണ്ട് കാണാം. എങ്ങനെയാണ്? I ഈസ് ഈക്വൽ ടു ഇതുപോലെ V - EB/RA. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് 0 ആയിരിക്കും. സ്പീഡ് 0 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാക്ക് EMF 0 ആണ്. കാരണം എന്താ? 5Z P/60 × A. ഇതാണ് നമ്മുടെ ബാക്ക് EMFന്റെ ഇക്വേഷൻ അല്ലേ. അപ്പം സ്പീഡ് 0 ആവുന്നതുകൊണ്ട് ബാക്ക് EMFും ഇവിടെ N 0 ആവുന്നതുകൊണ്ട് ബാക്ക് EMFും 0 ആകും. ബാക്ക് EMF 0 ആകുമെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ കറണ്ട്? സ്റ്റാർട്ടിങ് ടൈമിലുള്ള കറണ്ട് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം എന്താ? വിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ ഒന്നുമില്ല. വിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ട ആൾ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ ആ ടൈമിലായിരിക്കും ഏറ്റവും ഹൈ കറണ്ട് വരിക. അപ്പോൾ ആ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് ടൈമിൽ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്? റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി വാട്ട് ഇസ് ദ നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ ഇൻ എ DC മോട്ടർ. അപ്പോൾ ഏത് ആൻസർ ആണ് കറക്റ്റ് എന്ന് നോക്കാം. മേക്ക് ഇറ്റ് സെൽഫ് സ്റ്റാർട്ടിംഗ്, ലിമിറ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട് ടു എ സേഫ് വാല്യൂ, കൺവേർട്ട് AC ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ടു DC ഇൻ ദ ലോഡ് സർക്യൂട്ട്, പ്രൊവൈഡ് ടു മേക്ക് ആൻഡ് ബ്രേക്സ് കോണ്ടാക്ട്. ഇതൊന്നും അല്ല അല്ലേ. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ B ഇസ് ദ കറക്റ്റ് ആൻസർ. ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ടു എ സേഫ് വാല്യൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്യൂസ് വയർ ഇസ്. ഏത് ഫ്യൂസ് വയർ മേക്ക് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? ദ ആൻസർ ഇസ് ലെഡ് ടിൻ അലോയ് വെച്ചിട്ടാണ് ഏത് ഫ്യൂസ് വയർ മേക്ക് ചെയ്യുന്നത്. ഓക്കെ. Fuse wire is made up of an alloy of lead and tin because its resistivity is high and melting point is low. High resistivity, melting point എന്ന് വെച്ചാൽ എന്താ? നല്ല ഇപ്പോൾ ഏതെങ്കിലും ഫോൾട്ട് കറണ്ട് വരുമ്പം ഫ്യൂസ് എന്ത് ചെയ്യണം? ഫ്യൂസ് ബ്ലോ ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ എക്യുപ്മെൻറ്റ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഈ ഫ്യൂസ് ബ്ലോ ഔട്ട് ചെയ്യണം. ബ്ലോ ഔട്ട് ചെയ്യണമെങ്കിലോ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കണം. ഓക്കെ. Then the speed control method of electric locomotives. നമ്മൾ ട്രെയിനിൽ വരുമ്പം ഏത് ടൈപ്പ് സ്പീഡ് കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രാക്റ്റീവ് എഫേർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര സ്പീഡിൽ നമുക്ക് ഒരു ട്രെയിന് പോകാൻ പറ്റുന്ന ഒരു സ്പീഡ് മാക്സിമം ട്രാക്റ്റീവ് എഫേർട്ട് എന്ന് പറയും. ആ സ്പീഡിന് മുകളിലേക്ക് പോയാൽ
എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. വീലിൽ നിന്ന് പാളത്തിൽ നിന്ന് വീല് സ്ലിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മോട്ടേഴ്സ് എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം സ്ലിപ്പ് ആവുന്നതിനനുസരിച്ച് എല്ലാം നമുക്ക് പിന്നെ തിരിച്ച് ആ പൊസിഷനിലേക്ക് വരാൻ പാടായിരിക്കും, ബാലൻസ് സ്റ്റേജിലേക്ക് വരാൻ പാടായിരിക്കും. പക്ഷെ പാരലലായിട്ട് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സീരീസും പാരലലും രണ്ട് കൺട്രോളും ഇതിൽ വരുന്നുണ്ട്. സീരീസ് ആൻഡ് പാരലൽ കൺട്രോൾ എന്നാ പറയാം. ഇപ്പം 4 മോട്ടോഴ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോട്ടോർ സീരീസ് ആയിട്ടും അടുത്ത 2 മോട്ടോർ സീരീസ്, ഇത് രണ്ടും കൂടെ പാരലലായിട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ സീരീസ് ആൻഡ് പാരലൽ കൺട്രോൾ ആണ്, സീരീസ് ആൻഡ് പാരലൽ കൺട്രോൾ ആണ് എവിടെ വരുന്നത്? ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിൽ വരുന്നത് കേട്ടോ.